ഹായ് ഹലോ, ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ളൊരു യമനി മന്തിയുടെ റെസിപ്പി കാണാം. നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഈ മന്തി തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ മന്തി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല പൗഡർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്രഷ് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതെല്ലാം പാടെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 കിലോനോളം വരുന്ന ചിക്കനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. വലിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുത്തിട്ട് കൂടി ഉണ്ട് കേട്ടോ. അതിലേക്ക് ഈ മസാല ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ചിക്കനിൽ മുഴുവനായിട്ടും തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ റൈസൊക്കെ നല്ലപോലെ തന്നെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 4-5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, അതുപോലെ തന്നെ 1 ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഉണക്കനാരങ്ങ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ച അരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 30 സെക്കൻഡോളം വരെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ അരിയൊക്കെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന നിലക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം. അങ്ങനെ വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിത് തിളക്കാൻ അനുവദിക്കേണ്ട. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഒരു അലുമിനിയം പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം അലുമിനിയം പേപ്പറിൽ ഫുള്ളായിട്ട് നമ്മളൊന്ന് ഹോള് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു അലുമിനിയം പേപ്പറിൽ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ എല്ലാ ചിക്കൻ പീസും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകാത്ത രീതിയിൽ മറ്റൊരു അലുമിനിയം പേപ്പർ വെച്ചിട്ട് ഒന്ന് മൂടിക്കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ പാത്രത്തിൻ്റെ ലിഡും കൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരിക്കലും തീ കൂട്ടി വെക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഒന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ചിക്കൻ വേവില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. കറക്റ്റായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ ചിക്കൻ വരും. അങ്ങനെ 30 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ചിക്കനൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ റൈസ് കൂടുതലായിട്ട് വെന്ത് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് റൈസും വെന്ത് കിട്ടും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ ഒരിക്കലും കൂട്ടി വെച്ച് കൊടുക്കരുത്. ലോ ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ തന്നെ ഈ മന്തിയിൽ നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ ഈ മന്തിക്ക് ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ. പിന്നെ ചിക്കനിൽ നമ്മൾ അധികം മസാല വെച്ചിട്ടൊന്നും അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ് കേട്ടോ. നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിനൊരു ചാർക്കോൾ ഒരു പാത്രത്തിൽ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് 2-3 സെക്കൻഡ് നേരം അങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ യമനി ഈ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബായ്.